ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് നീതി ആയോഗ് പഠിപ്പിച്ചായിരുന്നു. പരീക്ഷയ്ക്ക് അതിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള സ്കോറുകൾ പരിചയപ്പെടുത്തി. ഷോർട്ട് ക്വസ്റ്റ്യനായിട്ടും ചോദിച്ചിട്ടുണ്ട്, അതും നൽകിക്കഴിഞ്ഞു. ഞാൻ വീണ്ടും ഇതിൽ അടുത്ത പ്രധാനപ്പെട്ടൊരു ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഈ രണ്ടാമത്തെ അധ്യായത്തിൽ കേൾക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ വീണ്ടും കേൾക്കുക, മനസ്സിലാക്കുക. നോട്ട് ഞാൻ നൽകുന്നതാണ്. ഒപ്പം നിങ്ങൾ റഫ് ബുക്കിൽ നിങ്ങൾക്കിത് കുറിച്ചെടുക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരും ഇതുവരെ കേൾക്കാത്ത പല കാര്യങ്ങളുമാണ് സാറ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ച് തന്നെ പോകണമെങ്കിൽ നമുക്ക് ഫുള്ള് മേടിക്കാൻ പറ്റും. ഫുള്ള് മേടിക്കണം. ഇവിടെ അങ്ങനെ കുട്ടികൾ ഫുള്ള് 100 എന്നുള്ള ഒരു കണക്ക് മൊത്തം മേടിക്കണം. 80, 20 അറിയാമല്ലോ. സി ഉൾപ്പെടെ ഫുൾ മാർക്ക് മേടിക്കണം. വളരെ എളുപ്പം. എല്ലാ കുട്ടികളും +1 അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഉള്ള കാര്യങ്ങൾ സാറ് തുറന്നു പറയുന്നു. അത് നിങ്ങൾ സമയം കണ്ടെത്തി വീണ്ടും അതിനെ കേൾക്കുക. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിർത്തത് നീതി ആയോഗാണ്. ഞാനിവിടെ പറഞ്ഞത് 1950 മുതൽ 90 വരെയുള്ള ഈ പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ഓർക്കുന്നുണ്ടാവും, ഒരു 37 പഞ്ചവത്സര പദ്ധതി എന്ന് സാറ് പറഞ്ഞത്. 5 വർഷം കൊണ്ട് പൂർത്തിയായ പഞ്ചവത്സര. ഈ കാലയളവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ, വിവിധ മേഖലകളിലുണ്ടായ, വിവിധ സെക്ടേഴ്സിലുണ്ടായ മാറ്റങ്ങളാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ചോദ്യം കിട്ടിയല്ലോ. എന്താ? പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ഇന്ത്യയുടെ വിവിധ മേഖലകളിലുണ്ടായ മാറ്റങ്ങൾ, ഫലങ്ങൾ എന്തെല്ലാം? അതിൽ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഏതാ? കാർഷിക മേഖല, അഗ്രികൾച്ചർ. കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു സാറ്. എവിടെ? അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലേ? സ്വാതന്ത്ര്യ ലബ്ധിക്കാലത്ത്, സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാർഷിക മേഖലയെക്കുറിച്ച് വളരെ നല്ല അതുപോലെ പഠിപ്പിച്ചെന്ന വിശ്വാസത്തിലാണ് സാർ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് പറഞ്ഞത്. അവിടെ ഒരു കാര്യത്തിൽ നമ്മൾ ഊന്നൽ കൊടുത്ത് ഒരു പോയിൻ്റ് ഊന്നിപ്പറഞ്ഞ് പോയി. ഓർക്കുന്നുണ്ടാവും, ബ്രിട്ടീഷ് ഭരണം ഇന്ത്യൻ കാർഷിക മേഖലയെ തകർത്ത് തരിപ്പണമാക്കി, അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നേഷനിൽ കൊണ്ടെത്തിച്ചു, സ്തംഭനാവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. ഈ വാക്ക് തന്നെ പറഞ്ഞു. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് ഇന്ത്യൻ കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലായി? ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ കാർഷിക മേഖല എന്തുകൊണ്ട് തകർന്നു? പകരം വാക്ക സ്തംഭനാവസ്ഥ, സ്തംഭിച്ചു പോയി. അതിൻ്റെ വളർച്ച, അല്ലെങ്കിൽ കാർഷിക മേഖലയുടെ ഉൽപ്പാദനത്തിലുണ്ടായ വളർച്ച, അല്ലെങ്കിൽ വികസനം മുരടിക്കാനുണ്ടായ കാരണം, അല്ലെങ്കിൽ സ്തംഭിക്കാനുള്ള കാരണങ്ങൾ കൃത്യമായി ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ കുറിച്ചെടുക്കുക, എടുത്തിട്ടുണ്ട്, വീണ്ടും കേൾക്കുക. അപ്പോൾ അതേക്കുറിച്ചൊന്നും ഇവിടെ കൂടുതൽ പരാമർശിക്കേണ്ട, കുട്ടികൾ കൂടുതൽ അറിയണ്ട. ഇവിടെ നമുക്ക് വേണ്ടുന്നത് പഞ്ചവത്സര പദ്ധതി കാലയളവിൽ കാർഷിക മേഖലയിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ എന്തെല്ലാം, ഈ രംഗത്തുണ്ടായ പുരോഗതികൾ എന്തെല്ലാം എന്നാണ് ആദ്യം വിലയിരുത്താൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് സാർ അതിനാണ് വിനിയോഗിക്കുന്നത്. ഇവിടെയും ഒരു ചോദ്യമുണ്ട്, പരിചയപ്പെടുത്താം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ ഒന്ന് കഴിഞ്ഞു. എന്താ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഇവിടെ ബ്രിട്ടീഷുകാരൻ്റെ ഭരണം കാർഷിക മേഖലയിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഒന്നും തന്നെ ചെയ്തില്ല. ഇതിൻ്റെ തുടക്കം മുതൽ ഞാൻ പറയുന്നൊരു കാര്യമാണ്. കൊളോണിയൽ റൂൾ or British rule did nothing to the improvement of agricultural productivity. വിഷമിക്കണ്ട, ഞാൻ മലയാളം പറഞ്ഞല്ലോ. ബ്രിട്ടീഷ് ഭരണം, കോളനി ഭരണം ഈ രാജ്യത്തെ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തില്ല. They did nothing. ഒന്നും ചെയ്തില്ല. For the improvement or the development of agriculture.
കാർഷിക മേഖലയുടെ വികസനത്തിന് കോളനി ഭരണം ഒന്നും തന്നെ സംഭാവന ചെയ്തില്ല എന്നർത്ഥം. പറയുന്നത് കേൾക്കുക, അപ്പോൾ അത് ശരിക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, അവർ വരുത്തിയ പരിഷ്കാരങ്ങൾ, ഭൂനികുതി സമ്പ്രദായം പഠിപ്പിച്ചു. അവർ ഇന്ത്യൻ മണ്ണിൽ നടപ്പാക്കിയ ഭൂ പരിഷ്കാരങ്ങൾ, നികുതി സമ്പ്രദായം, ഇവയെല്ലാം നമ്മളെ കാർഷിക മേഖല തകരുന്നതിനും ഉൽപ്പാദനം കുറയുന്നതിനും പ്രധാനപ്പെട്ട കാരണമായി. അതിന് ഞാൻ പറഞ്ഞ വാക്കുണ്ട, അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, ഒരു വാക്ക് കൂട്ടി പഠിക്കുന്നു. പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത. കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വളരെ കുറവായിരുന്നു. ലോ അറിയില്ലേ, ലോ, കുറവ്, താഴ്ന്ന അവസ്ഥയിലായിരുന്നു. അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി വാസ് വെരി ലോ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ. ക്ലിയർ ആണല്ലോ. ബ്രിട്ടീഷ് ഭരണകാലത്ത് കാർഷിക ഉൽപ്പാദനം വളരെ കുറവായിരുന്നു എന്നർത്ഥം. ഇസ് വെരി ലോ. അതായത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇതൊരു ഇഷ്യൂവാണ്, ഇതൊരു പ്രോബ്ലമോ. കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുന്നു, കാർഷിക മേഖലയിൽ ഉൽപ്പാദനം താഴ്ന്നുകൊണ്ടിരിക്കുന്നു, താഴോട്ട് പോകുന്നു. ഇൻ ഓർഡർ ടു സോൾവ് ദീസ് ഇഷ്യൂ ഓർ പ്രോബ്ലം, ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി സ്വതന്ത്ര ഇന്ത്യ നമ്മൾ എന്ത് ചെയ്തു? എന്താ ചെയ്തത്? കാർഷിക മേഖലയുടെ വികസനത്തിന് വേണ്ടി 2 പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കി. പോയിലേക്ക് വരികയാണ് സാർ. വി അഡോപ്റ്റഡ് 2 റിഫോംസ്. ബോർഡിലുണ്ട് റിഫോംസ്. 2 പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കി. റിഫോം, REFORMS, പരിഷ്കാരങ്ങൾ. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ലാൻഡ് റിഫോംസ്, മറ്റൊന്ന് ഗ്രീൻ റവല്യൂഷൻ. ഏതൊക്കെയാണ് ആ പരിഷ്കാര മാറ്റങ്ങൾ? ലാൻഡ് റിഫോംസ് ആൻഡ് ഗ്രീൻ റവല്യൂഷൻ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. ഭൂപരിഷ്കരണങ്ങൾ ഒന്ന്, മറ്റൊന്ന് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. എന്തിനെ സൂചിപ്പിക്കുന്നതാണ് ഹരിത വിപ്ലവം? 10ാം ക്ലാസ് പഠിച്ചതാ. കൃഷിയാണ്, അല്ലാതെ മറ്റ് ആയുധങ്ങളെടുത്തുള്ള യുദ്ധമല്ല. റവല്യൂഷൻ, വിപ്ലവം. അവിടെ വിപ്ലവം എന്ന് പറഞ്ഞാൽ സമരമല്ല, അടിപിടി അക്രമമല്ല, മറിച്ച് എന്താണ്? മാറ്റം, പുരോഗതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദീസ് 2 were the reforms. ഇവ 2മാണ് ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങൾ. മനസ്സിലാവുമെന്ന് തോന്നും. എന്താ ഞാൻ പറഞ്ഞത്? ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത്, അല്ലെ കോളനി ഭരണകാലം, കാർഷിക മേഖലയുടെ ഉൽപ്പാദനം നന്നേ കുറഞ്ഞുകൊണ്ടേയിരുന്നു. അതൊരു വലിയ പ്രശ്നമായിരുന്നു. ഇത് പരിഹരിക്കുന്നതിനു വേണ്ടി, കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം 2 പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ ഈ മേഖലയിൽ നടപ്പാക്കി. പഠിക്കുക പോയിന്റുകൾ. ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണങ്ങളും, മറ്റൊന്ന് ഗ്രീൻ റവല്യൂഷൻ. 2 പോയിന്റ് കിട്ടിയല്ലോ. ഹരിത വിപ്ലവം, മറ്റൊന്ന് ഭൂപരിഷ്കരണം. ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം. ഇവിടുന്ന് ഒരു പ്രധാന ചോദ്യം, എന്താണ് ലാൻഡ് റിഫോംസ്? ചോദ്യം ഉറപ്പാ. എന്താണ് ഭൂപരിഷ്കരണം? വളരെ പ്രധാനപ്പെട്ട ഒന്നിലേക്ക് കിടക്കുകയാണ് സാർ. വീണ്ടും, വാട്ട് ഈസ് ലാൻഡ് റിഫോംസ് ആൻഡ് വാട്ട് ആർ ദ എയിംസ്? ഇല്ലാത്ത ചോദ്യം പേപ്പർ ഒന്നും നിങ്ങളുടെ കയ്യിൽ കിട്ടത്തില്ല. ഗ്രീൻ റവല്യൂഷൻ ഇല്ലാത്ത ചോദ്യം പേപ്പർ കൈ കിട്ടത്തില്ല.
ഇന്ന് ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോകുന്നു. എന്താ? ലാൻഡ് റിഫോംസ്. ഇന്ത്യയിൽ അപ്പോൾ അവിടെ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വന്നു. കാർഷിക പുരോഗതിക്ക് വേണ്ടി ഇന്ത്യ കൈക്കൊണ്ട 2 നയങ്ങളാണ് പരിഷ്കരണവും ഹരിത വിപ്ലവവും. അവിടെ ഓരോന്നായിട്ട് നമുക്ക് പഠിച്ചു മുന്നേറാം. ആദ്യത്തെ, വാട്ട് ഈസ് ലാൻഡ് റിഫോം? ഭൂപരിഷ്കരണം. എന്താണ് ലാൻഡ് റിഫോംസ്? ഇതിൻ്റെ ലക്ഷ്യം തന്നെയും ആൻസറിലേക്ക് കിടക്കുകയാണ് ഞാൻ. ലാൻഡ് റിഫോംസിൻ്റെ ലക്ഷ്യങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്ന നോക്കുക. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് 2-fold 1 ഫോൾഡ് FOL മടക്ക് 2 മടങ്ങ് മീൻസ് 2 ആയി നമുക്ക് പ്രധാനമായും തിരിക്കാം. 2 മടക്കാം. നമുക്ക് 2 മടക്ക് 2 ആയി തിരിക്കാം. 2-fold ആണ് പ്രയോഗമാണ് ഇംഗ്ലീഷിൽ. 2-fold ഡബിൾ എന്നുള്ള അത്രയേ ഉള്ളൂ. നോക്കുക, ദ മെയിൻ പർപ്പസ് ഓഫ് ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ ഈസ് 2-fold 1. ഡബിൾ എന്നർത്ഥം ഇരട്ട 2 കാര്യങ്ങളായിരുന്നു പ്രധാനമായും ഉദ്ദേശിച്ചിരുന്നത് എന്നർത്ഥം. എന്തൊക്കെയാണ് 2-fold എന്ന് പറഞ്ഞാൽ? അതായത്, ഒന്ന്, ടു മേക്ക് ദ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് സ്കേർട്സ് ലാൻഡ്സ്. ഞങ്ങളുടെ ഒരു പുതിയ കാര്യത്തിലേക്കൊക്കെ പോവുകയാണ്. ഇവിടെ കൃഷിഭൂമി ദൗർലഭ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ അവസരം കൃഷിഭൂമി വളരെ കുറവാണ്. ഏറെ കുറഞ്ഞ വിസ്തൃതിയും അതിലധികം ജനങ്ങളുമായിട്ട് തിങ്ങിപ്പാർക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ വേണ്ടുവോളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാഹചര്യമില്ലാത്തതുകൊണ്ട് വി ഡിപ്പെൻഡ് ഓൺ ദ തമിഴ്നാടു, അല്ലേ? എല്ലാത്തിനും നമ്മൾ തമിഴ്നാടിനെ ആശ്രയിക്കുന്ന അവസ്ഥ. നമ്മൾ ഈ കേരളത്തെക്കുറിച്ച് ഒരു ഉപഭോക്തൃ സംസ്ഥാനമെന്ന് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ. കേരളം അത്തരത്തിലുള്ള ഒന്നാണ്. കാരണം അതാണ് അവസ്ഥ. കൃഷി ചെയ്യാനുള്ള ഇടം വളരെ കുറവാണ്. താമസിക്കാൻ പോലും ഇടമില്ല, ഇല്ലേ? 3.5 കോടി ജനങ്ങൾ ഈ കേരളത്തിലുള്ളവർക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞാലൊക്കെ അറിയാമല്ലോ. ഉള്ളത് തന്നെ 5 സെൻറ്റ്, 2 സെൻറ്റ്, 10 സെൻറ്റ്, 50 സെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്നത് ജന്മി എന്നാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായത്. ഭൂവുടമകൾ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ലഭ്യമായ പരിമിതമാണ്. ലഭ്യമായ ഭൂമി എന്ന് പറയുന്നത് കൃഷിക്ക് വിനിയോഗിക്കേണ്ടുന്ന ഭൂമി പരിമിതമാണെന്നർത്ഥം. സ്കേർട്സ് ലാൻഡ്, ബോൾഡ് സാർ എഴുതിയിട്ടുണ്ട്. സ്കേർട്സ്, SCARCE, ലാൻഡ്, ഭൂമി. ദൗർലഭ്യം, പരിമിതമായ കുറച്ച് ഭൂമി മാത്രമേ ഇവിടെ ഉള്ളൂ. അതിന് നല്ലപോലെ നമ്മൾ കൃഷി ചെയ്യണം, വിനിയോഗിക്കണമെന്നർത്ഥം. അപ്പോൾ ഭൂപരിഷ്കരണം കൊണ്ട് ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഉള്ള ഭൂമിയെ പരമാവധി കൃഷിക്ക് വിധേയമാക്കുക. നമുക്കാവശ്യമായ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ലേ ഏറ്റവും വലിയ വിഷയം ആണല്ലോ. അപ്പോൾ ഉള്ള ഭൂമിയെ, പരിമിതമായ ഭൂമിയെ ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കലായിരുന്നു ഒരു ലക്ഷ്യം. പോയിന്റ് കിട്ടിക്കാണും. മറ്റൊന്ന്, ഭൂമി എന്ത് ചെയ്യുക? റീഡിസ്ട്രിബ്യൂഷൻ നടത്തുക, വിഭജനം നടത്തുക, വിതരണം നടത്തുക. ആ വാക്കേണ്ട റീഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ വാക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഡിസ്ട്രിബ്യൂഷൻ, റീഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് പുനർവിഭജനം, വിതരണം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇന്ത്യയിൽ, അങ്ങ് വടക്കേ ഇന്ത്യയിലൊക്കെ കർഷകൻ എന്ന് പറഞ്ഞാൽ അവന് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിപ്പിച്ചായിരുന്നു.
ഭൂ ഉടമകളുടെ കയ്യിൽ 5000-ഉം 10,000-ഉം ഏക്കറുകളാണ് ഉള്ളത്. അത്രയും ഭൂസ്വത്ത് സ്വന്തമായിട്ടുള്ളവൻ അവനും അറിയപ്പെടുന്ന കർഷകനെന്നാണ്. പക്ഷേ അവൻ പാടം ഒരു വർഷം നടന്നാലും പോയാലും അവന് കണ്ടെത്താൻ കഴിയത്തില്ല, നടന്നു തീരത്തില്ല. കൃഷി ചെയ്യുന്ന ആരാ? അവനിങ്ങനെ ചൂഷണം ചെയ്ത് പാവപ്പെട്ട ഏറ്റവും താഴെത്തട്ടിലുള്ള ഏറ്റവും താഴ്ന്ന ജാതിക്കാരെ കൊണ്ട് അവൻ കൃഷി ചെയ്യിപ്പിച്ച് വിളവെടുത്ത് ചൂഷണം ചെയ്യുന്നൊരു സംവിധാനം ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു ബില്ല് വീണ്ടും ഇവിടെ പാസ്സാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ. അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. വിവാദമായ കാര്യങ്ങളൊന്നും സാറ് പഠിപ്പിക്കത്തില്ല. അതൊക്കെ നിങ്ങൾ പത്രമൊക്കെ വായിച്ച് മനസ്സിലാക്കുക. കാർഷിക ബില്ല് വളരെ കോളുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇന്ത്യയിൽ ഇന്ന്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭൂപരിഷ്കരണത്തിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശമെന്ന് പറയുന്നത് ഈ ഭൂമിയെ പുനർവിതരണം നടത്തുക. എന്താ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്? എന്തെന്നാൽ ഉള്ളവൻ്റെ കയ്യിലുണ്ട്, ഇല്ലാത്തവൻ്റെ ഇല്ല. കേരളത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. ഹെക്ടർ കണക്കിന് ഏരിയ പലവൻ്റെയും കയ്യിൽ ഉണ്ട്. വളരെ കുറച്ച് മാത്രമേ നമുക്കിവിടെ തിരുവനന്തപുരം ജില്ലയിലും ഇവിടെയൊക്കെ നമുക്കൊരു 2 സെൻറ്റ് 5 സെൻറ്റ് 10 സെൻറ്റ്. ഇവിടെ നിങ്ങളെ മുഷു മാറ്റുന്നതിന് സാറൊരു ചെറിയ അനുഭവം പറയാൻ പോവേ. ഞാനൊരു ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെ സെക്രട്ടറി ആയിരുന്നു. ഞാൻ ഇടുക്കി ജില്ലയിൽ ഇരട്ടയാർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ ജോലി നോക്കി 1 കൊല്ലം. അവിടെ ഞാൻ അവിടുത്തെ ഭൂപ്രദേശങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഇടുക്കി. നിങ്ങൾ ടൂർ പോകുമ്പോഴൊക്കെ വീട്ടുകാർ നമ്മളെ സ്കൂളിൽ ചോദിക്കും എവിടെ പോകണം, മൂന്നാർ പോകണമെന്ന് പറയും. ഇടുക്കി, വയനാടൊക്കെയാണ് എല്ലാ കുട്ടികളും പോയിട്ടൊക്കെ ഉള്ളവരാണ്. ഞങ്ങളൊക്കെ പോയത് ആളുകൾ. ഇടുക്കിയിൽ കാണാൻ ഏറെ നല്ല മനോഹരമായ സ്ഥലങ്ങൾ ഉണ്ട്, ഡാം ഉൾപ്പെടെ. അപ്പം ഞാനിരുന്ന ഇരട്ടയാർ, ഒരു ആറ് ഇരട്ടയാർ എന്നാണ് അവിടെ ഒരു ഡാമുണ്ട്, ഒരു നദിയാണ് ഇരട്ടയാർ, ഇരട്ട. ആ നദിയുടെ തീരത്തൊരു ഓഫീസിലാണ് ഞാൻ ജോലി നോക്കിയത്. അവിടെ ഒരു 10-18 പേര് ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന, നിങ്ങൾക്കറിയാം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ അതിൻ്റെ സമയമാണ്. മെമ്പർമാരെന്നൊക്കെ നിങ്ങൾ നാട്ടിൻപുറത്ത് പറയും. മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡൻറ്റ്, പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, പഞ്ചായത്തിൻ്റെ ചെയർമാൻമാർ, ധനകാര്യ ചെയർമാനും വികസനകാര്യ ചെയർമാനും ക്ഷേമകാര്യ ചെയർമാനും ഒക്കെ ഇതൊക്കെ നിങ്ങൾ നാട്ടിൽ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അതെന്താണെന്ന് അറിയില്ല. അതിൻ്റെ സമയമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ അവിടുത്തെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെ മെമ്പർമാരെന്ന് പറയുന്ന പുരുഷന്മാർ, സ്ത്രീകളും 50% സ്ത്രീകൾക്ക് സംവരണമാണല്ലോ. ഒരു 10 അംഗങ്ങളെ ഇവിടെ നിങ്ങളുടെ നാട്ടിലെ പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കണമെങ്കിൽ 5 പേര് നിർബന്ധമായി സ്ത്രീകളായിരിക്കണം. സംവരണം 50%. ഈ തദ്ദേശ ഭരണ സ്ഥാപനത്തിലൊക്കെ നിങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. പൊളിറ്റിക്സിലൊക്കെ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ അറിയും. എല്ലാവരും അറിയേണ്ടുന്ന കാര്യങ്ങൾ. നമ്മൾ സമൂഹത്തെക്കുറിച്ച് നമ്മൾ അറിയണം. അവിടെ ഉണ്ടായിരുന്നൊരു 3-4 വനിതകൾ. ഞാൻ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ നിലയിൽ വളരെ സൗഹൃദം കാണിക്കും. കാര്യം വികസനം നടക്കുന്നതിൽ ഞാൻ തടസ്സം നിൽക്കരുതല്ലോ. ഞാൻ പരമാവധി എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ, ഈ ക്ലാസ് റൂമിലൊക്കെ പഠിപ്പിച്ച് എന്തുകൊണ്ടൊക്കെ ആ കാര്യത്തിലൊക്കെ എനിക്കൊരു പ്രത്യേക താല്പര്യമുള്ള ഒരാളാണ്. അവർ തമ്മിലൊക്കെ തർക്കങ്ങളുണ്ടായാലും ഞാനൊരു മധ്യസ്ഥ വഹിച്ച് കൊണ്ടുപോകും. അത് നമ്മുടെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പരിചയപ്പെട്ടു, വളരെ താല്പര്യം. ഇവിടെയുള്ള നമ്മുടെ തിരുവനന്തപുരത്തെ ഉദ്യോഗസ്ഥന്മാരാണക്കോ ജനപ്രതിനിധികളുടെ കണക്കൊന്നും അല്ല. അവിടെയുള്ളവർ ജനപ്രതിനിധികളൊക്കെ നല്ല സ്നേഹമുള്ളവരാണ്. അപ്പോൾ എൻ്റെ വീട് ചോദിക്കും, കുടുംബകാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ എങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ എങ്ങനെ, നിങ്ങൾ എന്ത് ജോലിയൊക്കെ ചെയ്യുക? പറഞ്ഞ് ഞങ്ങൾ കർഷകരാണ്, പാരമ്പര്യമായിട്ട് നമ്മൾ കർഷകരാണ്. എത്ര സെൻറ്റ് ഭൂമി നിങ്ങൾക്കുണ്ട്? അതൊരു 20 ഏക്കർ ഭൂമി, 15 ഏക്കർ, 10 ഏക്കറൊക്കെ ഉണ്ട്. അത്രയും ഉണ്ടോ എന്ന് ചോദിക്കാൻ എനിക്ക് അത്ഭുതം. തിരുവനന്തപുരത്ത് വക്കത്ത് നിന്ന് എനിക്കത് കേൾക്കുമ്പോൾ അത്ഭുതം. വക്കം, കടയ്ക്കാവൂർ ഈ പ്രദേശമൊക്കെ അറിയാൽ 5 സെൻറ്റ് ഭൂമി, 10 സെൻറ്റ്. ഞാൻ ചോദിച്ചു 20 ഏക്കർ, അവിടെ എന്താ കൃഷി? ഏലം, ഗ്രാമ്പ്, കുരുമുളക്, മഞ്ഞൾ തുടങ്ങിയ ഏറ്റവും കൂടുതൽ ഈൽഡ് കിട്ടുന്ന, ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന, കയറ്റുമതി ചെയ്യുന്ന ആ സുഗന്ധദ്രവ്യങ്ങൾ ഉൾപ്പെടെ കൃഷി ചെയ്യലാണ് അവരെ തൊഴിൽ. അപ്പം ഞാൻ ചോദിച്ചു,
ഇത് അത്രയും സ്വന്തമാണോ? അല്ല സാറേ. 2 ഏക്കർ സ്വന്തം പേരിലും 10-15 ഏക്കർ 18 ഏക്കറോളം നമ്മൾ പതിവെന്ന് പറയും. നമ്മളങ്ങ് കൃഷി ചെയ്യുന്നു എന്ന് പറയാൻ മനസ്സിലാവുമെന്തോ. സ്വന്തം പേരിൽ വില്ലേജ് ഓഫീസിൽ കരം തീർക്കുന്ന 2 ഏക്കറിനും ബാക്കി അതിനോട് കിടക്കുന്ന വർഷങ്ങളായി വനമായിരിക്കാം, അതിലൂടെ ഇവർ കയറി കൃഷി ചെയ്യും. അത് കാലക്രമേണ ഇവർക്ക് സ്വന്തമായി മാറുകയും ചെയ്യും. ഏത് മുദ്രാവാക്യത്തിനടുത്ത് കൃഷിഭൂമി കർഷകന്. അത് കാലകാലങ്ങളിൽ ഭരണകർത്താക്കൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരിതിങ്ങനെ കൈയടക്കി മല വെട്ടിപ്പിടിച്ചാണല്ലോ ഈ ഭൂസ്വത്ത് ഭൂമി ഭൂരിഭാഗം ആൾക്കാരുടെയും കയ്യിൽ കേന്ദ്രീകരിച്ച് ജന്മിയലുണ്ടായത്, ഈ രാജ്യത്ത് ഭൂവുടമകളുണ്ടായത്. അപ്പോൾ ഈ ഭൂമിയുടെ ഉടമസ്ഥത അവർക്ക് കാലം കഴിഞ്ഞ് വന്നു ചേരും. നോക്കുക, ഒരു പറഞ്ഞ എത്ര, എനിക്ക് 20 ഏക്കറാണ്. ഇതൊക്കെ അങ്ങ് വിളവ് ഏറ്റവും നല്ല പണം കിട്ടുന്ന വില കിട്ടുന്ന സാധനങ്ങളാണ്. ഇത് കട്ടപ്പന കൊണ്ടുവന്ന് അവിടുത്തെ വലിയൊരു വിപണിയാണ് കട്ടപ്പന, കേട്ടുണ്ടാകും. കട്ടപ്പന കൊണ്ടുവന്ന് വിൽക്കും, കയറ്റുമതി ഈ രാജ്യത്തു നിന്ന്, ഈ സംസ്ഥാനത്ത് നിന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തം പേരിൽ 2 ഏക്കർ, ബാക്കിയെല്ലാം സർക്കാർ ഭൂമിയിലാണ് അവർ കൃഷി ചെയ്യുന്നത്. ഇത് ഇവിടെ കോട്ടയം ഇടുക്കി ജില്ലകളിലെ പ്രത്യേകതയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നമുക്കാണ് കാലെടുത്ത് അടുത്ത പിരടത്തിൽ വെച്ചാൽ കാല് വെട്ടും, ബഹളമായി അടിയായി വഴക്കായി. ഇത് ഈ നാട്ടിൻ്റെ ഒരു അവസ്ഥയാണ്. ഇത്രയും തൽക്കാലം കുട്ടികൾ മനസ്സിലാക്കുക. അപ്പം ഞാൻ പറഞ്ഞത്, ഭൂമിയെ റീഡിസ്ട്രിബ്യൂഷൻ നടത്തുക, പുനർവിതരണം നടത്തുക, വിഭജനം നടത്തുക. എങ്ങനെ? ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് ഭൂരഹിത കർഷകർക്ക്, വാക്കോട്ടെ, ലാൻഡ്ലെസ് ലേബറേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ലാൻഡ്ലെസ്, ഭൂമിയില്ലാത്തവർ, ലാൻഡ്ലെസ്, ബോർഡിൽ എഴുതിയിട്ടുണ്ട് ലാൻഡ്ലെസ്, ഇവിടെയുണ്ട് ലാൻഡ്ലെസ് ഫാർമേഴ്സ്. ഭൂരഹിത കർഷകർക്ക് വിതരണം ചെയ്ത് കൊടുക്കുകയായിരുന്നു ഉദ്ദേശം. അപ്പോൾ ഞാൻ പോയിൻ്റ് കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല. ടു ഫോൾഡ്, 2 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. ഒന്ന്, ഉള്ള ഭൂമിയെ ഏറ്റവും നല്ല രൂപത്തിൽ കൃഷിക്ക് വിധേയമാക്കുക, പോയിൻ്റ്. രണ്ടാമത്തത്, ഈ ഭൂമി ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവനും കൂടെ വാങ്ങിച്ച് വിതരണം നടത്തുക. ഉള്ളവൻ്റെ കയ്യിൽ മാത്രം ഇരുന്നാൽ പോരല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട 2 ഉദ്ദേശങ്ങൾ സാറ് പഠിപ്പിച്ചു. സംശയമില്ല, ഒന്നുകൂടെ കേൾക്കുക, മറക്കരുത് ആ പോയിന്റ്. പരീക്ഷയ്ക്ക് 100% ചോദ്യമാണ്. The main purpose of land reforms are 1. To make the better use of resources, that is land. ഭൂമി എന്ന് പറയുന്ന വിഭവം പരമാവധി വിനിയോഗിക്കൽ 1. 2, ഉള്ള ഭൂമി എന്ത് ചെയ്യുക, എല്ലാവർക്കുമായിട്ട്, ഇല്ലാത്തവന് ലാൻഡ്ലെസ്, ഭൂരഹിത ഫാർമേഴ്സ്, ഭൂരഹിത കർഷകന് മലയാളം, അത് വിതരണം നടത്തുക. കൂടാതെ വേറെയും ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അപ്പോഴേ ചോദ്യത്തിന് ഉത്തരം പൂർണ്ണമാകുള്ളൂ. ഇവ കൂടാതെയും ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 1, അബോളിഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ്, മധ്യവർത്തികളതാ ഇൻ്റർമീഡിയറി, നേരത്തെ ചാപ്റ്ററിലും വന്ന വാക്കാണ് മധ്യവർത്തികൾ, ഇടനിലക്കാരൻ. നിങ്ങൾ ആ ഭാഗം ഉപയോഗിച്ചാൽ അത് ഇടനിലക്കാരെ ഒഴിവാക്കുക. മധ്യവർത്തി എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കേണ്ട. ഇൻ്റർമീഡിയറി, കളയ പ്രയാസമുള്ള വാക്ക്, ഇടനിലക്കാരനെ ഒഴിവാക്കുക. അത്ര പറഞ്ഞാൽ അത് മാർക്ക് തരും പരീക്ഷയ്ക്ക്. അപ്പോൾ അടുത്ത ലക്ഷ്യം ഇടനിലക്കാരെ ഒഴിവാക്കുക. അബോളിഷൻ, നിർത്തൽ ചെയ്യുക. അബോളിഷൻ, നിർത്തൽ ചെയ്യുക, ഇടനിലക്കാരെ നിർത്തലാക്കുക. അതായത് ആരാ? നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് സെമീൻദാസ്. ആരാണ്? ജമീന്ദാർമാർ. നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ പഠിപ്പിച്ചുകൊണ്ട് ജമീന്ദാർമാരെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനകത്ത് ഒഴിവാക്കുക. അതേക്കുറിച്ച് ഇനി പഠിപ്പിക്കത്തില്ല, നേരത്തെ തന്ന വീണ്ടും കേൾക്കുക. സെമീൻദാരി സമ്പ്രദായം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആദ്യത്തെ ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് സെമീൻദാരി സിസ്റ്റം?
എന്താണ് ജമീന്ദാരി സമ്പ്രദായം? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറയേണ്ടത് ഇടനിലക്കാരെ ഒഴിവാക്കുന്നതിനാണ്. ജമീന്ദാരാണ് ഇടനിലക്കാരൻ, അവരെ ഒഴിവാക്കുക. അതിൻ്റെ ഫലമായിട്ട് എന്താവും? ശരിക്കും കർഷകൻ ഭൂമിയുടെ ഉടമകളായി മാറും. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാവും? അവന് വന്നു ചേരും. അത് സ്വന്തമാക്കുക. കർഷകൻ അവൻ്റെ കൃഷിഭൂമി അവന് സ്വന്തമാകുക. അതാണ് ആ ഒരു മുദ്രാവാക്യം രാഷ്ട്രീയക്കാർ വിളിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാവും. കൃഷിഭൂമി കർഷകന്, കൃഷിഭൂമി കർഷകന്. സ്വന്തമായിട്ട് കൃഷിഭൂമി അത് സ്വായത്തമാക്കുക, ആർജിക്കുക. രണ്ടാമത്തത് ടെനൻസി റിഫോംസ്. എന്താണ് രണ്ടാമത്തെ ലക്ഷ്യം? ടെനൻസി റിഫോംസ്, കുടിയാന്മ പരിഷ്കാരം. കുടിയാന്മ പരിഷ്കാരം, ടെനൻസി റിഫോംസ്. എന്ന് പറഞ്ഞാൽ റെഗുലേഷൻ ഓഫ് റെൻറ്റ്. ബോർഡിൽ എഴുതിയിട്ടുണ്ടാകണം റെഗുലേഷൻ, ഇല്ലെങ്കിൽ എഴുതാം റെഗുലേഷൻ ഓഫ് റെൻറ്റ്. പാട്ട നിയന്ത്രണം, മലയാളം പാട്ട നിയന്ത്രണം, വാടക നിയന്ത്രിക്കൽ. നിങ്ങളുടെ ഭാഷയിൽ പറയണമെങ്കിൽ ഭൂമി വാട്ടത്തിന് കൊടുക്കുക, വാടകയ്ക്ക് കൊടുക്കുക, അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. പാട്ട നിയന്ത്രണം. അല്ല നമ്മളിട്ട് അടിക്കുന്ന പാട്ടയല്ല, പാട്ട നിയന്ത്രണം, പാട്ടത്തിന് കൊടുക്കുക. വാടക നിയന്ത്രണം എന്നർത്ഥം. ക്ലിയർ ആവുന്നല്ലേ ഞാൻ പറയുന്നത്? അതായത് കർഷകൻ അക്കാര്യത്തിൽ കുടിയാന്മാർ സെക്യൂരിറ്റി കൊടുക്കുക, കുടിയാന്മാർക്ക് സംരക്ഷണം കൊടുക്കുക. അല്ലാതെ അവന് ഉൽപ്പാദിപ്പിക്കുന്ന വിളവ്, കാർഷിക ഉൽപ്പന്നങ്ങൾ ഭൂ ഉടമ അല്ലെങ്കിൽ ഇടനിലക്കാരൻ ജമീന്ദാർ കൊണ്ടുപോയി അനുഭവിക്കുന്നത് ഞാൻ ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞു, അത് ഒഴിവാക്കുക. പകരം എന്താ? അവനും എന്ത് കിട്ടണം? വിളവിൻ്റെ അംശം, ഭാഗം കഷ്ടപ്പെടുന്ന കർഷകനും കിട്ടണം. അതിനെന്ത് വേണം? പാട്ട നിയന്ത്രണം ഏർപ്പെടുത്തണം. എന്താ പാട്ടം? ഈ വാടക നിയന്ത്രണം ഏർപ്പെടുത്തണം. പാട്ടത്തിന് കൊടുക്കുമ്പോൾ കുറഞ്ഞ നിരക്കിന് കർഷകന് കൃഷി ചെയ്യാൻ ഭൂമി കൊടുക്കുക, അതാണ് പാട്ടത്തിന് കൊടുക്കുക. എനിക്ക് കുറച്ച് ഭൂമിയുണ്ട്, ഞാനത് കൃഷി ചെയ്യുന്നില്ല, എനിക്ക് വേണമെങ്കിൽ എൻ്റെ അയൽവാസിക്ക് എന്തിനു കൊടുക്കാം? പാട്ടത്തിന് കൊടുക്കാം. എന്നുവെച്ചാൽ ഉടമസ്ഥത അവന് കിട്ടുമെന്നല്ല, മറിച്ച് അവന് കൃഷി ചെയ്ത് വിളവെടുക്കാം, എനിക്കും കൂടി തരാം, അത്രയേ ഉള്ളൂ. അതിൽ ആ വാടക ഞാൻ നിശ്ചയിക്കുമ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിലോ അവൻ ഉൽപ്പാദനത്വം എനിക്ക് തരേണ്ടി വരും. അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക. ഇപ്പം മനസ്സിലാവുമല്ലോ? അതിന് പറയുന്ന പേരാണ് എന്താ? ടെനൻസി. TENANCY. ടെനൻസി അല്ലെങ്കിൽ കുടിയാന്മ പരിഷ്കാരം, ടെനൻസി റിഫോംസ്. ഇനി പറയണോ? അപ്പോൾ 2 ലക്ഷ്യങ്ങളൂടെ പറഞ്ഞു. ഒന്ന്, മധ്യവർത്തികൾ അല്ലെങ്കിൽ അബോളിഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ്, ഇടനിലക്കാരെ ഒഴിവാക്കൽ. രണ്ടാമത്തത് കുടിയാന്മ പരിഷ്കാരം. 3, സീലിംഗ് ഓഫ് ലാൻഡ് ഹോൾഡിങ്സ്. ഉണ്ടാ മൂന്നാമത്തത് സീലിംഗ് ഓഫ് ലാൻഡ് ഹോൾഡിങ്സ്. സീലിംഗ്, ഒരു വ്യക്തിക്ക് കൈവശം വെച്ചേക്കാൻ ഉള്ള ഭൂമിയുടെ അളവ് നിയന്ത്രണം. സീലിംഗ് ഓഫ് ലാൻഡ് ഹോൾഡിങ്സ്, ഒരാൾ ഭൂമി എത്രത്തോളം കൈവശം വെച്ചേക്കാമുള്ള അധികാരം. നോക്കുക, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി PG ക്ലാസ്സിൽ MAക്കൊക്കെ പഠിക്കുമ്പോൾ അയാളുടെ ഭൂസ്വത്ത് എന്ന് പറയുന്നത് ആന്ധ്രയിൽ നിന്ന് പഠിച്ചതാ. 3000 ഏക്കറാണ് കൃഷിഭൂമി സ്വന്തമായിട്ടുള്ളത്. 3000 ഏക്കർ. ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ആ ഭൂമി നടന്ന് കാണാൻ? അതൊക്കെ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ പോയി മൊത്തം കാണാൻ പറ്റത്തില്ല. 3000 ഏക്കർ ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിനൊരു സീലിംഗ് എന്താ? പരിധി നിശ്ചയിക്കുക. ആ വാക്കുണ്ട, സീലിംഗ്. പുതിയ വാക്ക പഠിക്കണം. സീലിംഗ് ഓഫ് ലാൻഡ്സ്, ഭൂമിയുടെ പരിധി നിർണ്ണയിക്കുക, നിയന്ത്രിക്കുക, അല്ലേ? അതായത് ഭൂമിയുടെ ഉടമസ്ഥത അത് കർഷകന് തന്നെ കൊടുക്കുക. എങ്കിലും മാത്രമേ ഇവിടെ സമത്വം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള
ഒരു വേർതിരിവ് ഇല്ലാതാക്കണമെങ്കിൽ കൃഷിഭൂമി കർഷകന് കൊടുക്കുക, വീതം വയ്ക്കുക. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഉള്ളവൻ്റെ നിന്നെടുത്ത് പുനർവിഭജനം നടത്തുക. ശരിയല്ലേ? ആരെയിലാണോ മിച്ച ഭൂമി ഇരിക്കുന്നുണ്ട്, സർപ്ലസ് ലാൻഡ്സ്, വാക്കുണ്ട് സർപ്ലസ്, മിച്ച ഭൂമി, സർപ്ലസ് ലാൻഡ്സ്, അധികം ഇരിക്കുന്നത്, ഒരാളിൻ്റെ ഉപയോഗം കഴിഞ്ഞും കിടക്കുന്ന ഭൂമി, അത് മറ്റുള്ളവന് വീതം വെച്ച് കൊടുക്കലാണ് എന്താ സീലിംഗ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞാൽ. എങ്കിൽ മാത്രമേ അതിൽ ഒരു സമത്വം ഈ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. പണക്കാരനും പാവപ്പെട്ടവനും അല്ലെങ്കിൽ ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള അന്തരം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയുള്ളൂ. പോയിന്റ് മനസ്സിലാകും എന്ന് സാർ വിശ്വസിക്കുന്നു. സീലിംഗ് ഓഫ് ലാൻഡ്സ് ഓർ ദ ലാൻഡ് സീലിംഗ്. എന്താ? പരിധി നിശ്ചയിക്കുക. ഒരാളിന് ഭൂമി സ്വന്തമായി കൈവശം വെച്ചേക്കാനുള്ളതിൻ്റെ പരിധി നിശ്ചയിക്കൽ. അതെന്തിനങ്ങനെ നിശ്ചയിക്കുന്നു ചോദിച്ചാൽ, ഇല്ലാത്തവനും ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് ഇല്ലാത്തവനും കൊടുത്ത് ഈ രാജ്യത്തെ സമത്വം കൊണ്ടുവരിക. ഒന്നിലധികം പ്രാവശ്യം കേൾക്കണേ. ഞാൻ ഇനിയും കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. സാറിനും ബുദ്ധിമുട്ടാണ്, നിങ്ങളങ്ങ് കേൾക്കുക. അടുത്തൊന്ന് കൺസോൾട്ടേഷൻ ഓഫ് ഹോൾഡിംഗ്, അതായത് പ്രിവെൻഷൻ ഓഫ് സബ്ഡിവിഷൻ ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. പുതിയൊരു പ്രയോഗം കണ്ടോ? സബ്ഡിവിഷൻ ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. തുണ്ട് ഭൂമിയായിട്ട് വിഭജിക്കുക. ഫ്രാഗ്മെൻറ്റേഷൻ എന്താ? ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് ഭൂമി ഇങ്ങനെ കിടന്നാലും അത് ശരിയാവില്ല. ഒരു ട്രാക്ടർ ഉപയോഗിച്ച്, ആധുനിക യന്ത്രസാമഗ്രി ഉപയോഗിച്ച് കൃഷി ചെയ്യണമെങ്കിൽ ആ ഭൂമിയിൽ ട്രാക്ടർ ഇറങ്ങാനുള്ള വിസ്തൃതി അയാൾക്കുണ്ടാകണം. ചെറിയ കർഷകന് പറ്റത്തില്ല. ഏക്കർ കണക്കിന് ഭൂമിയുള്ളവന് മാത്രമേ ഏറ്റവും ആധുനിക തരത്തിലുള്ള കൃഷി ആയുധങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതിന് എന്തുകൊണ്ട് വരിക? അതാ ഈ പരിഷ്കാരം, സബ്ഡിവിഷൻ ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. വിഘടിച്ചു കിടക്കുന്നതിനെ എല്ലാം കൂടെ എന്ത് ചെയ്യുക? ഒരുമിപ്പിക്കുക. ഫ്രാഗ്മെൻറ്റേഷൻ, ചിന്നിച്ചിതറിക്കിടക്കുക. ഫ്രാഗ്മെൻറ്റേഷൻ, പുതിയ വാക്ക്, FRAGMENTATION. സബ്ഡിവിഷൻ, വിഭജനം. ഫ്രാഗ്മെൻറ്റേഷൻ, ചിതറിക്കിടക്കുന്നതെല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്യുക, ലയിപ്പിക്കുക. ഭൂമിയുടെ കൊച്ചു കൊച്ചു ഭൂമികളെ, മീൻസ് തുണ്ട് ഭൂമികളെ ലയിപ്പിക്കൽ. തുണ്ട് ഭൂമികളുടെ ലയനം. എങ്കിലേ ആധുനിക കൃഷി സമ്പ്രദായം ഇവിടെ പ്രാവർത്തികമാക്കാൻ ഈ രാജ്യത്ത് കഴിയുള്ളൂ. 10 സെൻറ്റിൽ ട്രാക്ടർ എങ്ങനെ ഇറക്കും? അവിടെ എങ്ങനെ വിളവെടുക്കുന്ന യന്ത്രം ഉപയോഗിക്കാൻ പറ്റും? അവിടെ എങ്ങനെ കൊയ്ത്ത് യന്ത്രം ഉപയോഗിക്കാൻ പറ്റും? അപ്പം അങ്ങനെ തുണ്ട് ഭൂമിയെല്ലാം കൂടെ ഒരുമിക്കുക. ഹോൾഡിങ്സ്, കൊച്ചു ഹോൾഡിങ്സ് എല്ലാം, ചെറിയ ഭൂമികളെല്ലാം കൺസോൾഡേറ്റ് ചെയ്യുക. ലയനം, വാക്കുണ്ട് കൺസോളിഡേഷൻ. വാക്ക് എഴുതിയിട്ടുണ്ട്, CONSOLIDATION. ലയിപ്പിക്കുക, ഒരുമിപ്പിക്കുക. ഒരു പോയിൻ്റ് ഇവിടെ പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് കൂടെ അവസാനിപ്പിക്കാം. എന്താ ഇനി അടുത്തത് 4-മത്തേത് കോഓപ്പറേറ്റീവ് ഫാമിംഗ്, സഹകരണ അടിസ്ഥാനത്തിലുള്ള കൃഷി. കോഓപ്പറേറ്റീവ് ഫാമിംഗ്, സഹകരണ അടിസ്ഥാനത്തിലുള്ള കാർഷിക രീതി. എന്താ ഈ ലാൻഡ് റിഫോംസൊക്കെ ഭൂമിയിൽ വേണ്ട പരിവർത്തനങ്ങൾ വരുത്തും. പക്ഷേ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ വളരെ ഫലപ്രദമായി വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? സഹകരണ അടിസ്ഥാനത്തിൽ കൂട്ടുകൃഷി, കോഓപ്പറേറ്റീവ് ഫാമിംഗ്. എല്ലാവരും ആ പ്രദേശത്ത് ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ കൃഷി രീതി. നിങ്ങൾ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ പറയും. കുറേ ആ ഭാഗത്തുള്ള ചെറിയ കർഷകരുടെ ഒരു സംഘടന ഉണ്ടാക്കുക. അവർ ഒരുമിച്ച് കൃഷി ചെയ്യുമ്പോൾ കാർഷിക മേഖലയിലെ ചെലവ് കുറയും. അവർക്ക് അർഹതപ്പെട്ട വില അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കും. അതിനാണ് പറയുന്നത് കോഓപ്പറേറ്റീവ് ഫാമിംഗ്, കൂട്ടുകൃഷി. നല്ല നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകണമെങ്കിൽ കൂട്ടുകൃഷി, എല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ട് കൃഷി ചെയ്യുക. അപ്പോൾ ഭൂമിയിൽ സ്ഥിരമായി ഒരു പരിവർത്തനം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പരിഷ്കാരങ്ങളിലൂടെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാം. ഈ ഭൂപരിഷ്കരണം ഫലപ്രദമായി ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിൽ മാത്രമേ നടപ്പാക്കിയുള്ളൂ. ഒന്ന് കേരളവും ഒന്ന് പശ്ചിമ ബംഗാളും. കേരളത്തിൽ ആദ്യത്തെ
മന്ത്രിസഭ 1957 ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമുള്ള കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ. ഇന്നത്തെ മന്ത്രിസഭ പോലെയൊന്നും അല്ല. വളരെ വിദഗ്ധന്മാരും വിദ്യാസമ്പന്നരും ഇരുന്ന കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭ 1957 59, 58, 59 കാലങ്ങളിൽ കേരളത്തിൽ വളരെ ഫലപ്രദമായി നടപ്പാക്കിയ ഒരു പരിഷ്കാരമാണ് ഭൂപരിഷ്കരണ നിയമം. അതുകൊണ്ട് കേരളത്തിൽ ഭൂരഹിതരായ ഒട്ടനവധി പേർക്ക് സ്വന്തമായി ഭൂമി കിട്ടി. 5 സെൻറ്റും 10 സെൻറ്റും ഏക്കറിനൊക്കെ കിട്ടി. ഇതൊക്കെ നമ്മൾ പിന്നീട് ചരിത്രത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഹ്യൂമാനിറ്റീസുകാരന് കൊമേഴ്സുകാരൻ ഇവിടെ ഇത്രയും അറിഞ്ഞാൽ മതി. ഭൂപരിഷ്കരണ നയങ്ങൾ പരിഷ്കാരങ്ങൾ വളരെ ഫലപ്രദമായി നടപ്പാക്കിയ 2 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ: വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളും കേരളവും. കേരളത്തിൽ അത് 1958, 59 കാലഘട്ടത്തിലാണ് നടപ്പാക്കിയത്. ഇത് ഈ രാജ്യത്ത് കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം ഗുണം ചെയ്തു. ചോദ്യം ഇവിടെ അതിന് ഉത്തരം അവസാനിക്കുന്നു. ചോദ്യം: വാട്ട് ഈസ് ലാൻഡ് റിഫോംസ് ആൻഡ് വാട്ട് ആർ ദ മെയിൻ എയിംസ് ഓഫ് ലാൻഡ് റിഫോംസ്? എന്താണ് ഭൂപരിഷ്കരണം? ഭൂപരിഷ്കരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? പ്രധാനപ്പെട്ട 2 എണ്ണം കഴിഞ്ഞിട്ട് പിന്നെ ഈ 4 പോയിൻ്റ്, 2 എന്ന് പറയുന്നത് 2 ഫോൾഡ് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള 4 പോയിൻ്റ് ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. അബോളിഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ് തുടങ്ങി കോപ്പറേറ്റീവ് ഫാമിംഗ് വരെ. ഇത് ഒരു പ്രാവശ്യം കേട്ട് അവസാനിപ്പിക്കരുത്. ഒരു 2-3 പ്രാവശ്യം കേട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവും. പരീക്ഷയ്ക്ക് 100% ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കേൾക്കുക. ഏറെ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് സാറ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു.